ഹായ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് വീടിൻ്റെ ഡേ 2 ആണ്. ഇന്നലെ കണ്ട അതേ സെയിം ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താന്ന്. സത്യം പറഞ്ഞാൽ മടി കാരണം ഞാൻ സെയിം ഡേ തന്നെ വീഡിയോ എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ വരച്ചത് ഫസ്റ്റ് വണ്ണാണ്. അപ്പോൾ നമുക്കിന്ന് രണ്ടാമത്തെ വരച്ചാലോ? സെയിം ഏത് ലോട്ടസ് ആയിക്കോട്ടെ, ഏത് ഫ്ലവർ ആയിക്കോട്ടെ, നമ്മൾക്ക് ഒരു സെൻറ്റർ പോർഷൻ കിട്ടാനായിട്ട് ഇതുപോലൊരു വര വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ വരച്ചതിനേക്കാൾ കുറച്ചുകൂടെ വലുതായിട്ട് സെൻറ്റർ പോർഷൻ വരുന്ന രീതിയിൽ ഒരു പെറ്റൽ വരച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൽ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പുറത്തെ കൈ കൊണ്ട് മൊബൈൽ പിടിക്കണതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചില്ല, കോൺസെൻട്രേഷൻ തെറ്റിപ്പോയി. നമുക്ക് ആദ്യം വരയ്ക്കുന്ന ആ ഒരു ലീവ്സ് ഉണ്ടല്ലോ, അത് കുറച്ച് ഹൈറ്റിൽ വരച്ചാലേ ബാക്കിയുള്ളത് നമുക്ക് കുറച്ചുകൂടെ നീറ്റായിട്ട് വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ ഇതുപോലെ പെറ്റൽസ് വന്നിട്ട് നമ്മൾ എവിടെയും ടച്ച് ആവാത്ത രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ കേവ് ഷേപ്പിൽ വേണം വരയ്ക്കാൻ. ഇനി ഒരു ലാസ്റ്റായിട്ട് ലീവ്സ് കൂടെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ബേസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആ സെൻറ്റർ പോർഷൻ പാർട്ടീഷൻ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇത് കംപ്ലീറ്റ് നമ്മുടെ കോണിൻ്റെ പ്രഷർ അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ ഞാൻ ഒത്തിരി പ്രഷർ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് വരയ്ക്കുമ്പോൾ തന്നെ നല്ല ബോൾഡായിട്ടായിരിക്കും ആ പെറ്റൽസൊക്കെ വരിക. സോ നമ്മൾ മാക്സിമം പ്രഷർ കുറച്ച് വേണം വരയ്ക്കാൻ. അതുപോലെ ഈ ഫില്ല് ചെയ്യുമ്പോഴും ഒരുപാട് മെഹന്തി യൂസ് ചെയ്യരുത്. പേസ്റ്റ് അധികം യൂസ് ചെയ്താൽ അതിൻ്റെ ഒരു ഫിനിഷിങ് ലുക്ക് വളരെ വൃത്തികേടായിരിക്കും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പെർഫെക്ഷനിലോട്ട് വരാൻ സാധിക്കും. ഞാൻ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല, നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലോട്ടസിൻ്റെ ഡിസൈനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അത് ഞാൻ ഇന്ന് വരച്ച് വെച്ചിട്ടില്ല, നാളെ വരയ്ക്കത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.